ഇന്ന് ഭാരതം ഉണർന്നത് വളരെ ദുഃഖത്തോടെയാണ്. ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട നടി ഷെഫാലി 42-ാം വയസ്സിൽ കാർഡിയാക് അറസ്റ്റായിട്ട് മരിച്ചു എന്നുള്ള ഒരു വാർത്ത ഒരുപാട് പേരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിയാക് അറസ്റ്റ് ഈ ചെറുപ്രായത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പലർക്കുള്ളൊരു ആശങ്ക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലല്ലേ എന്നുള്ളൊരു ആശങ്ക പലരിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വാണിങ്ങും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് സ്റ്റോപ്പായി പോകണമെന്നൊരവസ്ഥ ചിലപ്പോൾ. അതുപോലെ നമ്മളെ ഹൃദയം പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പായി പോവാം. ഹൃദയം സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പിന്നെ നമ്മുടെ ജീവനോടെ ഉണ്ടാവില്ലല്ലോ. ആ ഒരു അവസ്ഥയാണ് സഡൻ കാർഡിയാക് അറസ്റ്റ് എന്നുള്ളത്. ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് സംഭവിക്കാം? ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ ഹൃദയത്തിന് രക്തം സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറി, ആ രക്തക്കോയിലേക്ക് പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? ആ ബ്ലോക്ക് ഉണ്ടായാൽ പിന്നെ അങ്ങോട്ട് രക്തം പോവില്ല. അപ്പോൾ രക്തം കിട്ടാതെ വരുമ്പം, അതിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പം പെട്ടെന്ന് നമ്മളെ ഹൃദയം അങ്ങോട്ട് പ്രവർത്തനം നിലച്ചു പോവുക, അങ്ങോട്ട് സ്റ്റോപ്പായി പോകുന്നൊരവസ്ഥ. പിന്നെ ചിലപ്പം വളരെ സങ്കീർണമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥയിൽ ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഭക്ഷണത്തിൽ ഒരുപാട് ജങ്ക് ഫുഡും മറ്റേതൊക്കെ കഴിച്ച് നമ്മൾ ആരോഗ്യത്തിന് ഉചിതമല്ലാത്തൊരു ഭക്ഷണ രീതി ഉണ്ടാക്കുന്ന ആൾക്കാരിൽ, പിന്നെ ചില ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുകവലി കാരണം ഒക്കെ ഇങ്ങനെ സഡൻ കാർഡിയാക് അറസ്റ്റ് വരാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചില ജനിതക പ്രശ്നം കൊണ്ടുവരാം. പിന്നെ ഓവർ വർക്കിംഗ്, നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ വരാം. പലർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഇതുപോലൊരു അവസ്ഥ വരുന്നത് നമുക്ക് തടയാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും നിങ്ങളൊരു 30 വയസ്സിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ വരുന്നത് ചില ചെക്കപ്പുകളും ചില സമീപന നടപടികളൊക്കെ സ്വീകരിച്ചാൽ നമുക്ക് തന്നെ തടയാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേതായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഒരു ഹാർട്ട് ചെക്കപ്പ് ചെയ്യണം. ഹൃദയം ഒന്ന് ചെക്കപ്പ് ചെയ്യുക. പിന്നെ നമ്മളെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ റെഗുലറായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അത് കൂടുതലാണെങ്കിൽ അത് കുറക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാം. പിന്നെ നമുക്ക് ശരിയായ രീതിയിൽ ഉറങ്ങുക, നല്ല രീതിയിൽ കറക്റ്റ് നമുക്ക് ആവശ്യത്തിലുള്ള അത്ര വ്യായാമം ചെയ്യുക. പിന്നെ നമ്മളെ ഹൃദയത്തിന് സൗഹൃദമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് അപകടമൊന്നുമില്ലാത്ത നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ചില വാർണിംഗ് സൈനുകൾ നമ്മൾ അവഗണിക്കരുത്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്ക് കിതപ്പ് വരിക, ചിലപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുക, ചിലപ്പോൾ ഒക്കെ വല്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഓവർ ക്ഷീണം അനുഭവപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ അവഗണിക്കരുത്. ചിലപ്പം അതൊക്കെ ഇതുപോലുള്ള അപകടങ്ങളുള്ളതുകൊണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബാറ്ററിയാണ്. അതിന് ശരിയായ രീതിയിൽ ചാർജ് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ ശരിയായ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക, ആരോഗ്യപരം ഭക്ഷണ രീതി ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ ചാർജ് ചെയ്യും. അതായത് അതിന് നമ്മളെ ചാർജ് ഫുള്ള് തീർക്കുന്ന രീതിയിൽ ഓവറായിട്ട് എന്തെങ്കിലും കൂടുതൽ സമ്മർദ്ദങ്ങൾ തലയിൽ വഹിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തിന് അപകടകരമുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്ത് അതിന് ആ ചാർജ് ഡ്രെയിൻ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, ബൈ.